സെൽഫി എടുക്കാം. മിണ്ടരുത്, നീ ഒറ്റക്കാരാ സ്ക്രീനിന്റെ അടി വന്നിരുന്ന് കാണ്ടി വന്നത്. ചേട്ടാ കഷ്ടപ്പെട്ടെങ്കിലും അകത്തേറ്റിയപ്പോഴത്തേക്ക് ഇതിപ്പോ വലിയ മനുഷ്യനെ നമുക്ക് വലുതായിട്ട് കണ്ടുകൂടെ? 10 തലമുറയ്ക്ക് ഞാൻ വിളിക്കും. അവന്മാരെ ഒറ്റത്തരാറ് നമുക്ക് ടിക്കറ്റ് കിട്ടാൻ. ഏതാണ് അവന്മാര്? എനിക്കറിയാം അവന്മാരെ, നമ്മളവിടെ സ്കൂളിലുള്ളതാ. ഒതുക്കത്ത് കിട്ടിയാ പൊതിക്കാവന്മാരെ കൊടുക്കുന്നുണ്ട്. ഇതിപ്പം കഴുത്തി കയറി കെട്ടിട്ടാണ് അവസ്ഥയല്ലേ? ഇയാൾ വേണേ കാണും. അളിയന്റെ പെങ്ങളാണെന്ന് ഞാൻ അറിഞ്ഞില്ല. അതൊക്കെ മനോജ് സാർ വിളിച്ച് പറഞ്ഞപ്പോൾ ഞങ്ങൾ വിട്ടുപോയി. സോറി ഒന്നും പറയണ്ടേ, ഈ സമയത്ത് ഓണാവില്ല. ലാലേട്ടന്റെ പടം വാ. മര്യാദക്ക് പടം കണ്ടോണം. ഇവിടെ കിടന്ന് ഷോ കാണിച്ച മുട്ടുകാലി ഞാൻ തല്ലി പിടിക്കും. ഇറങ്ങിപ്പോടാ പാണ്ടി കരിമ്പാറം. നിന്റെ തന്ത, നിന്റെ മറ്റൊരു തന്ത. ഞങ്ങള് നിന്റെ ബാലൻസ് തന്തമാര്. ഇറങ്ങിപ്പോടാ. നിന്റെ ആരടാ ബേളം വെച്ചേ? ആരടാ ബേളം വെച്ചെന്നാ? മിണ്ടായിരുന്ന സിനിമ കണ്ടിട്ട് പോക്കോണം നായിന്റെ മക്കളെ. നീ ഇവിടുന്ന് ഇറങ്ങിയാ നിന്റെ അമ്മയെ ഞാൻ കെട്ടി. ഇറങ്ങിയാ നീ എന്റെ മോൻ. സാർ ഇപ്പം പോരുത്. പോയി കഴിഞ്ഞാൽ അവന്മാര് പറയുന്നത് സത്യമാണെന്ന് വിചാരിക്കും. ആണോ? ഓ നിന്റെ അപ്പൂപ്പന്റെ കുടുക്ക. നിന്റെ തന്തയുടെ കിണ്ടി. എന്റെ ഒരു കിട്ടുന്ന സാധനമാണ് കേട്ടോ. നിന്റെ ഉപ്പമാണ് അവലൂസ് പണി. നിന്റെ അച്ഛന്റെ ഉച്ചി. ആരാ അച്ഛനെ വിളിച്ചത്? ആരാ അത്? എന്തിനടാ ഇങ്ങനെ മോശം വാക്കൊക്കെ ഉപയോഗിക്കുന്നേ? അത് സാറിന് വിഷമാവില്ലേ? ഒന്നുമില്ലല്ലോ, അദ്ദേഹം ഒരു പോലീസുകാരനല്ലടാ. സത്യം. ദയവേത് ഞാൻ പിന്നെയും പറയാണ്, ഇവിടെ ഫാമിലീസ് ഒക്കെ ഉള്ള പ്ലീസ് അസഭ്യം പറയരുതേ. ഇതെന്റെ അപേക്ഷയാണ്. കാവലാണ് കാക്കി, അത് മറക്കരുത്. നമ്മളവരെ ബഹുമാനിക്കണം, അപമാനിക്കരുത്. ജയ് ഹിന്ദ്. ജയ് ഹിന്ദ്. ഇപ്പൊ തൂക്കിയാൽ പിടിക്കണോ? അപ്പൊ ഇലുമിനാന്റിയോ? അതൊക്കെ ഒരു വലിയൊരു സംഭവം, നിങ്ങൾക്ക് അറിയത്തില്ല. ഹരോൾഡ് പേര് തുടങ്ങിയ സംഭവം ഇതൊക്കെ. കുടുംബം അങ്ങനെയല്ല സാറേ. ഞാൻ ചീത്ത വിളിക്കുന്ന കുടുംബത്തിൽ നിന്ന് വന്നതല്ല സാറേ. സാറേ എന്റെ കൊച്ചാപ്പയാണ് സത്യം സാറേ. ഞാനല്ല സാറേ. എന്റെ മുഖം കണ്ടാൽ തോന്നുന്നതേ ഉള്ളൂ. आजा रे आजा राजा